ഇന്നലെ നടന്നത് ഈ വൈകിയ സമയത്ത് അവിടെ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നത് സ്വാഗതാർഹമാണ്. അതിനെ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ആ മുത്തങ്ങയിൽ അന്ന് നടന്ന കാര്യത്തിന് ഇനി എത്ര വർഷം കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാലും അതിന് മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളത് വേറൊരു വശമാണ്. ശരിക്കും അന്ന് അവിടെ സ്ത്രീയോ പുരുഷനോ പ്രായമുള്ള ആളോ കുഞ്ഞുങ്ങളോ എന്നുള്ള വ്യത്യാസമില്ലാതെയാണ് ആളുകളെ ഒരു മർദ്ദന മുറ അഴിച്ചുവിട്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ആ മുത്തങ്ങയുടെ സമയത്ത് അവിടെ പോലീസ് എന്ന് വേഷധാരികളായിട്ടുള്ള ആളുകൾ വന്ന ഒരാളെ പോലും ഞാൻ മനുഷ്യനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വേട്ടപ്പട്ടികളെ പോലെ ഉള്ള കടിച്ചു കീറുന്ന അങ്ങനെ ആ മനോഭാവത്തിലുള്ള ആളുകളായിരുന്നു ഈ കാക്കി ധരിച്ച് ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൊടിയ പീഡനം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ഇപ്പോഴും അനുഭവിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അവിടെ ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ ആവശ്യത്തിന് ആണ് പരിഹാരം ഉണ്ടാവേണ്ടത്. അത്ര ആളുകൾക്കും അവർക്ക് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് നടത്തിയത്. അവർക്ക് ഭൂമി കൊടുത്ത് അവർ പുനരധിവസിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് വേദന അനുഭവിച്ചാലും ഞങ്ങളുടെ അവകാശങ്ങൾ നടന്നു കിട്ടി എന്ന് അവർക്ക് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അത്തരം ഒരു ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടലാണ് ശരിക്കും അവിടെ നടക്കേണ്ടത്. അത് ശരിക്കും അവിടെ നടന്നില്ല. അത് അന്ന് ആളുകൾ അനുഭവിച്ച ഈ കൊടിയ പീഡനങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മാപ്പ് പറഞ്ഞാലും അതിന് മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വസ്തുത. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മുത്തങ്ങയിലെ സമരക്കാർക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കി. അത് UDF ഗവൺമെന്റ് തന്നെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് ചെയ്തത്. എന്നിട്ട് 283 കുടുംബങ്ങളെ ശരിക്കും തെരഞ്ഞെടുത്തു. അവർക്ക് ഇതുവരെയും ഈ തെരഞ്ഞെടുത്ത് ഭൂമി കണ്ടെത്തി അളന്ന് തിരിച്ചിട്ടുള്ള ഭൂമിയിൽ ഇത് ഏതൊക്കെയാണ് ഇവരുടെ ഭൂമി, അവരുടെ പ്ലോട്ട് എന്നുള്ളത് ഇതുവരെയും കാണിച്ചു കൊടുത്തിട്ടില്ല. അവർ പഴയ അവസ്ഥയിൽ അവരുടെ കോളനിയിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവണം. അത് കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി കിട്ടിയെന്ന് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയാണ് ശരിക്കും പ്രയോജനപ്പെടുത്തേണ്ടത്. അതിലേക്കാണ് കടക്കേണ്ടത്. ഈ സമയത്ത് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം മുത്തങ്ങ സമരത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നു. അത് ഒരു സിനിമ എന്നുള്ള നിലയിൽ വന്നതിൻ്റെ ഇതിലാണ്. ശരിക്കും അതൊരു തെറ്റായ മെസ്സേജാണ് മനുഷ്യരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ നടന്നിട്ടുള്ള ഞാൻ ആ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ യഥാർത്ഥത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഒരു സമരത്തിന്റെ രീതി. പോലീസുകാർ അവിടെ ആളുകളെ സംരക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ശരിക്കും അതിനകത്ത് വരുന്നത്. അതുകൂടാതെ ഒരു 6ഓളം പേരെ കത്തിക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവം ആ സമരത്തിനകത്ത് ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആ സമരത്തിൻ്റെ ചരിത്രത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റി ആളുകളുടെ ഒരു ചിന്ത എങ്ങനെ അവർ വിചാരിക്കുന്നു അതുപോലെ ഇതൊക്കെ ആവണമെന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരു ദാഷ്ട്യ മനോഭാവമൊക്കെ അതിനകത്തുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ സമരം അത് ചർച്ച ചെയ്യാനുള്ള ഒരു സംഭവമായി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് പക്ഷേ ഇത് ഒരു തെറ്റായ മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ശരിക്കും അങ്ങനെ ആ സമരത്തിന്റെ ചരിത്രത്തെ തന്നെ തെറ്റായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജാണ് അത് പോകുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പോലീസിന് സാധാരണക്കാരോടുള്ള ഒരു സമീപനം ഇപ്പോഴും മാറിയിട്ടില്ല. വളരെ ക്രൂരമായിട്ട് തന്നെ പല പോലീസുകാർ ഇപ്പോഴും പെരുമാറുന്നുണ്ട്. അല്ല, അത്രയും ക്രിമിനലുകളൊക്കെ തളയ്ക്കാൻ ഗവൺമെന്റിന് കഴിയണം. ഈ പോലീസിനകത്തുള്ള പക്ക ക്രിമിനലായിട്ടുള്ള ആളുകളെ തളയ്ക്കാൻ ഗവൺമെന്റിന് കഴിയണം. അതിനല്ലേ ഗവൺമെന്റും സംവിധാനം ഉള്ളത്. അവരെയൊക്കെ തളയ്ക്കാനും നിലയ്ക്ക് നിർത്താനും കഴിയില്ലെങ്കിൽ ഗവൺമെന്റ് പിരിച്ചുവിട്ട് അവർ പുറത്തു പോകണം.